വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഐസ മോമി, ലീലച്ചി, ഐസ മോള്. ഐസ മോമി എൻ്റെ പേര് ഞാൻ പറഞ്ഞതാ, ഷഹബിൻ ഹമീദ്. ഇതാണ് എൻ്റെ പേര് ഗൈസ്. അപ്പൊ നമ്മള് അടിച്ചു പൊളിക്കാൻ പോവുകയാണ് ഗൈസ്. ഞാൻ വിചാരിച്ച കാര്യമായിട്ടൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇത്ര തന്നെ ഗൈസ്. ലീലേച്ചിന് ഞാൻ റെഡിയാക്കാൻ പോവുകയാണ്. ഇന്നത്തെ താരം ലീലേച്ചിയാണ്. ലീലേച്ചിയുടെ മുടി വളർന്നിട്ടാ ലീലേച്ചി? എന്നാ എണ്ണ തേച്ചിട്ടല്ലേ വളർന്നേന്. ആ എണ്ണ നമുക്ക് പിന്നെ സെയിൽ ചെയ്താലോ? ലീലേച്ചിന്റെ ഹെയർ സ്റ്റൈൽ ഞാൻ മാറ്റാൻ പോവുകയാണ് ഗൈസ്. ശരിക്കും പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ റെഡിയാക്കാൻ. പക്ഷെ ഞാനങ്ങനെ ഇപ്പൊ കുറെ കാലമായിട്ട് ഞാൻ റെഡിയാക്കാറില്ല. നമ്മൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്താക്കും, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആക്കിയിട്ടേ ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങളെ നാട്ടിൽ എന്താ പറയാ? നമ്മള് പറയാ ചെമ്മീൻ മുടിയ, കുളിച്ചെട്ട. നിങ്ങളെന്താ പറയാ ലീലിച്ച്? ഞങ്ങളങ്ങനെ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ ഇങ്ങനെ ഇട്ടുന്നതിന്? ഇട്ടുന്നതിന് ഞങ്ങൾ മടിഞ്ഞാട്ടും. ഈ ചെറുങ്ങനെ മടിഞ്ഞിട്ടുന്നതിന് എന്താ പറയാ? ഞാൻ മടിഞ്ഞാട്ടുന്നെന്ന് പറഞ്ഞ അതെയാ. നമ്മള് പ്രത്യേകം ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് കൺമഷി, പൊട്ടോ ബാഗിലുണ്ട്. അപ്പൊ ലീലേച്ചിനെ കാണാൻ എങ്ങനെയുണ്ട് എന്ന് പറയണം. ഇന്ന് നമ്മൾ പൊളിക്കും ലീലേച്ചി? പൊളിക്കും. ഓക്കെ, ഇനി നമുക്ക് കൺമഷീൻ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കൺമഷീൻ. പൊട്ടാറിൽ കണ്ണോട്ട് ലീലിച്ച്. അപ്പൊ ഗൈസ്, മേക്കപ്പ് ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. ഇതിൽ കുറെ സാധനങ്ങളെല്ലാം നമുക്ക് കാണും, പക്ഷെ ഞാൻ അധികം യൂസ് ചെയ്യാറൊന്നുമില്ല. റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റർ പ്രൈമർ, ഇത് ഹൈലൈറ്റർ. ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊന്നും ചെയ്യാറില്ല, എനിക്ക് അറിയുകയും ചെയ്യില്ല. പറയുന്ന പോലെ അല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ, എനിക്ക് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്, ഡാർക്ക് സർക്കിൾസ്. മനസ്സിലായ? ഇതെൻ്റെ മെയിൻ പ്രശ്നമാണ്. ഇപ്പം അതിൻ്റെ ബ്രഷും കാര്യങ്ങളൊന്നും എടുത്ത് ചെയ്യുന്നില്ല ഞാൻ. എൻ്റെ കൈയാണ് ഗൈസ്, എൻ്റെ ബ്രഷ്. അവിടെ ബ്രഷ് വെച്ച് ചെയ്യാം, അല്ല ബ്രഷ് എൻ്റെ കൈ വെച്ച് ചെയ്യാം ഗൈസ്. ഇപ്പൊ ഞാൻ ദൂരം പിടിക്കുന്നോണ്ട് ഒന്നും കാണുന്നില്ല. നമ്മള് എപ്പോഴും മേക്കപ്പ് ഇടുമ്പം കുറച്ച് ടൈം എടുത്ത് ചെയ്യാം. കുറച്ചൊന്ന് ഹെയിൽ ചെയ്തിട്ട്. ആയിട്ടില്ല ലീലേച്ചി സുന്ദരിയായി. ലീലേച്ചിനെ കാണിച്ചു. ലീലേച്ചി നിങ്ങള് സുന്ദരിയായല്ല, നല്ല രസമുണ്ട് കാണാൻ. ആ, നിങ്ങക്ക് തോന്നുന്നില്ലേ നിങ്ങള് രസമുണ്ടെന്ന്? തോന്നുന്നില്ലേ? ശരി, അടുക്ക്. ഐസമോൾ റെഡിയാ? കാണിച്ചത് ഐസമോള് ഷോക്സ് ഇട്ടാ? ഐസമോക്ക് ഷോക്സ് ഇട്ടാ? ഐസമോക്ക് ഷോക്സ് എല്ലാം ഇട്ടിട്ടോ. അപ്പൊ നെക്സ്റ്റ് ഐറ്റം ഞാന് പിന്നെ എബ്രോഡ് പോയ സമയത്ത് വാങ്ങിയതാണ്. നല്ല എന്താന്ന് നമ്മുടെ സ്കിൻ കളർ എന്താണോ അതിൽ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുന്ന സാധനം ഇത്. കണ്ടോ? എന്റെ സ്കിന്നിൽ ഇട്ടാല് മനസ്സിലാവാൻ പോലില്ല. ഇതെന്താ മൾട്ടി ടാസ്കർ റിമൽ ലണ്ടൻ. ഇപ്പൊ ഞാൻ ഇതെന്താക്കും, എനിക്ക് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് അങ്ങനത്തെ യൂസ് ആയിട്ടാ കൊണ്ടുണ്ട് അടിക്കട്ട്. ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്രല്ല. ആ ഫാൻ എന്നിട്ടോ ചൂടെടുക്കും. ഫാൻ ഇട്ടെന്നില്ലേ ചേച്ചി? ഫാൻ ഇട്ടെന്ന ഇല്ലേച്ചി വേഗം ഒന്നും ചെവി കേൾക്കൂല. തിങ്കളാഴ്ച ഡോക്ടറെ കണ്ടു ചെവിന്റെ. ഞാൻ 3 പ്രാവശ്യം പറഞ്ഞു ഫാൻ ഇട്ടാൽ കേൾക്കൂല. സോറി. പക്ഷെ നല്ല രസം ഇട്ടാ സാരി എടുപ്പിച്ചിട്ട്. ഇങ്ങനെ നോക്കി കണ്ണാടി പറ്റി നോക്കി. കണ്ടാ ഞാൻ ഇട്ടിട്ടും ഒരു ഗ്ലോ കാണുന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ലല്ലോ. എന്നാൽ കുറച്ച് കൂടി ഇതാക്കണമെങ്കിൽ ഫിറ്റ് മീ 128 തേച്ചാൽ മതി. എല്ലാം കൂടെ 1.5 ഇടുന്നത് അവർക്ക് നമുക്ക് കുറെ വെക്കണ്ട, ഒരു നാച്ചുറൽ ലുക്ക് കൊണ്ടേ. ഇടക്കിടക്കുള്ള ഇങ്ങനെ ഇതിൽ കാണും. എന്താ കണ്ട വ്യത്യാസം? കണ്ട ഇവിടെയും ഈ സൈഡിലും. ഇപ്പൊ ഞാൻ വെളുക്കും ഗൈസ്, ഇങ്ങനെയാണ് വെളുക്കുന്നത്.
ആയിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നു. വ്യത്യാസമുണ്ടോ? എന്റെ ലിപ്സ്റ്റിക്ക് ആടെ ഉണ്ട്, എടുത്തരോ കണ്ണാടിന്റെ മുമ്പിൽ. നെക്സ്റ്റ് ലിപ് ലൈനർ വരച്ച് വെക്കാം. ആടെ കൺമഷി, അതാടെ കൺമഷി കണ്ട. ലിപ് ലൈനർ അളവ് വീണ് നിലത്ത് വീണ്, എടുത്തരോ. സ്വിസ് ബ്യൂട്ടിൻ്റെതാണ്. സോറി ലിച്ച് വീണ്ടും വീണ് നിലത്ത്. ഇതെടുത്താണ്. ഇത് ലോറിയലിന്റെ ലിപ്സ്റ്റിക് ആണ്, കുറച്ച് തേച്ചാൽ മതി. ഇങ്ങനെ മാറ്റണ്ട. ഞാൻ വീട് ചെയ്യുന്നില്ല ചേച്ചി, നിങ്ങളോടല്ല, ഞാൻ വ്ളോഗ് പറയും. ഇതാണ് എൻ്റെ ലാക്മെൻ്റെ. അല്ലോ ഇടായി ഗൈസ് എല്ലാം. ഇനി നമ്മൾക്ക് കൺമഷി എഴുതാം. എൻ്റെ വ്ളോഗ് കാണുന്നവൾ ചിരിച്ചു മരിക്കും. ഉമ്മാട് പറ മൊബൈലിലേക്ക് വിളിക്കല് വ്ളോഗ് എടുക്കുന്ന വിളിച്ചു പറഞ്ഞ വീട്ടിലെ ചെയ്യുമ്പോനെ മാറ്റം കണ്ട ഗൈസ്. ഇത് ഇടാൻ പറ്റുമോ എന്നറിയില്ല, ഇത് നോക്കിയിട്ട് നോക്കാം. കണ്ട, നമുക്ക് ഇതിനെ കൊണ്ട് തന്നെ വായിക്കാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് മൈ ഫേവറേറ്റ്. ഇത് ലാക്മെൻ്റെ ആണ് ഗൈസ്. ഇറ്റ്സ് അടിപൊളിയാണ്, ഗ്രേ കളർ. ഇല്ലേച്ച് ഇവിടുന്ന് സംസാരിക്കരുത്, വീഡിയോ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള വീഡിയോ കാണാം. കമോൺ. ലീലേച്ചിയും ഞാനും, ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട് ഗൈസ്, ഒന്ന് അഭിപ്രായം പറ. ലീലേച്ചി ഇവളെന്താ കണ്ണോർക്കാത്ത? ഇപ്പൊ കണ്ണോർന്നിട്ടുണ്ടായത്? ഓർമ്മന്നല്ലേ? ഇപ്പൊ കണ്ണോർന്നിട്ടുണ്ടായിന്, ഒരു മിനിറ്റ് അടുത്ത് വരുന്ന സമയത്ത് കണ്ണോർന്നിട്ടുണ്ടായിന്. ഇപ്പൊ അന്ന് ഗൈസ് എന്തായി കണ്ട, ഡ്രസ്സെല്ലാം ഇട്ട് സുന്ദരിയാക്കിയല്ലേ നമ്മള്. ഇന്ന് അങ്ങോട്ട് നോക്കണ്ട, എന്നോട് പറ. സുന്ദരിയായി എന്നിട്ടോ ഉറങ്ങി. ഉറങ്ങി. അവിടെ കാര്യം കഴിഞ്ഞോ? ദോശയുണ്ട്, പിന്നെ കടച്ചക്ക കറിയുണ്ട്. കടച്ചക്ക കറി, പിന്നെ കഴിഞ്ഞോ? ചിക്കനുണ്ട്. ചിക്കൻ കറി ഉണ്ടോ? ചിക്കൻ കറി ഇപ്പൊ കളറില്ല. കളവറിയത് ഗൈസ്, ലീലേച്ചി കളവറിന്ന് ഇപ്പൊ മനസ്സിലായല്ലേ ഗൈസ്. അപ്പൊ നമ്മള് കുറച്ച് വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മൾ ആക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ. ഇങ്ങനെ നമ്മള് വിശാലമായ വയൽക്കാറ്റിലേക്ക് എത്തിയിരിക്കുന്നു. പ്രകൃതി അത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇത്തരം ഒരു കാഴ്ച കാണണമെങ്കിൽ ഈ പ്രദേശത്തേക്ക് വരാം. ഇന്നത്തെ കാലത്ത് നിങ്ങളെ കുട്ടികൾക്ക് പോലും നെൽപ്പാടങ്ങൾ കണ്ടിട്ട് ഒരു പരിചയ സമ്പന്നത ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികൾക്ക് എല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ വയൽക്കാറ്റിലേക്ക് എത്തിയിരിക്കും, നല്ല വിശാലമായ വയൽക്കാറ്റിലേക്ക്. നല്ല കാറ്റും കൊണ്ട് നമുക്ക് ചായയും ആംപ്ലേറ്റും ഒക്കെ കഴിക്കാം ഗൈസ്. സോ അതിനു വേണ്ടിയിട്ട് ഷോപ്പും ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നോക്കാം ഗൈസ് എങ്ങനെയുണ്ട്. ഭക്ഷണമായ പഴംപൊരിയും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ കൂടെ നമ്മളെ നാടൻ ഫുഡായ ബ്രെഡ് ആൻഡ് ഓംലെറ്റ്. നാടൻ ഫുഡ് എന്ന് പറഞ്ഞാൽ പറ്റൂല, ഫോറിൻ ഫുഡ് അല്ലേ ആക്ച്വലി. നമ്മൾ കഴിച്ചു കൊടുക്കാം കേട്ടോ ഗൈസ്. ചായ ഓക്കെയാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ മുട്ട ആംപ്ലേറ്റ് അടിക്കുന്നതിലൂടെ ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.